ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് വടകര ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർക്കും സന്നദ്ധ പ്രവർത്തകർക്കുമായി ക്യാൻസർ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഹോസ്പിറ്റൽ അക്കാദമിക് ഹാളിൽ നടന്ന ചടങ്ങ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യനും ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസുമായ ഡോക്ടർ സുനിൽ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ആർക്കും ഇത് അൺഫോർച്ചുനേറ്റ്ലി എപ്പോൾ വേണമെങ്കിലും വരാം. വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ മാത്രമല്ല, അതൊരു ഫാമിലിനെയും എല്ലാത്തിനെയും ബാധിക്കുന്നൊരു അവസ്ഥയാണ്. പക്ഷേ മുമ്പത്തെ അപേക്ഷിച്ച് കണ്ടുപിടിച്ചാൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതാണ് അതിലൊരു മുമ്പത്തേലും വ്യത്യാസം. തുടർന്ന് നടന്ന ബോധവൽക്കരണ സെഷനിൽ മെഡിക്കൽ ഓങ്കോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ നിതിൻ രാജ് രോഗം നേരത്തെ തിരിച്ചറിയുന്നതിന്റെ പ്രാധാന്യത്തെയും കൃത്യമായ ചികിത്സയിലൂടെ ക്യാൻസറിനെ അതിജീവിക്കാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചും സംസാരിച്ചു. അതായത് ഒന്നാമത്തെ സ്റ്റേജൊക്കെ ആണെങ്കിൽ മിക്ക ക്യാൻസറും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട, ഒരു 90% മുകളിൽ ക്യൂർ ഉള്ള സാധനമാണ്. ക്യൂറിന് നമ്മൾ ഉദ്ദേശിക്കുന്ന 5 കൊല്ലം പേഷ്യന്റിന് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻസറിന്റെ ഇതിൽ ക്യൂർ ആയി എന്ന് നമ്മൾ പറയും. പിന്നെ ചില ക്യാൻസർ കിട്ടും, പ്രോസ്റ്റേറ്റ്, ലോ ഗ്രേഡ് ലിംഫോമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാൻസർ, ഇതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം വളരെ പതുക്കെ വളരുന്ന വളരെ നിരുപദ്രവങ്ങളായിട്ട് കുറേ ക്യാൻസേഴ്സും ഒന്നാമത്തെ സ്റ്റേജിൽ നമുക്ക് ഉണ്ട്. അപ്പം ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ക്യാൻസറിനെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം ഇതിനെപ്പറ്റി ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോശം വല്ലാതെ അതിൻ്റെ വളർച്ച ഇങ്ങനെ കൂടി അത് രക്തത്തിൽ കൂടെയോ കഴലുകളിൽ കൂടെയോ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് തുറന്നിട്ടോ അങ്ങനെ അത് പടർന്ന് പന്തലിക്കുന്നതാണ് ഈ ക്യാൻസർ. നഴ്സിംഗ് സൂപ്രണ്ട് രജിത റെഗുലസ് അധ്യക്ഷയായി. പ്രദേശത്തെ ആശാവർക്കർമാരും സുരക്ഷാ പാലിയേറ്റീവ് അംഗങ്ങളും പങ്കെടുത്തു. പരിപാടിയുടെ സമാപനത്തോടനുബന്ധിച്ച് ക്യാൻസർ പ്രതിരോധ സന്ദേശം സമൂഹത്തിൽ വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആകാശത്തേക്ക് ബലൂണുകൾ പറത്തി.